ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് അഡീഷൻ എന്ന പോർഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ വരുന്ന പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ എന്ന പോർഷനാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം ഇന്ന് പഠിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആണ് പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് അല്ലെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അഡീഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ആഡ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ, ദെയർ സം റിമെയിൻസ് ദ സെയിം എന്ന് പറഞ്ഞാൽ എന്താ? യു ക്യാൻ ആഡ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. നമ്മൾ എടുക്കുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, 3 ഡിജിറ്റ് ആയിക്കോട്ടെ, 4 ഡിജിറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, 2 നമ്പർ 3 നമ്പർ ചേർത്ത് നമ്മൾ അഡീഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിനെ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യാം. ഫസ്റ്റ് എഴുതുന്ന നമ്പർ നമുക്ക് സെക്കൻഡിൽ എഴുതാം, സെക്കൻഡ് ഭാഗത്ത് എഴുതുന്ന നമ്പർ നമുക്ക് ഫസ്റ്റ് പോർഷനിൽ കൊണ്ട് എഴുതാം. അങ്ങനെ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്ത് നമുക്ക് അഡീഷൻ ചെയ്യാം. എങ്ങനെ ചെയ്താലും, ഓർഡർ എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും. അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തു എന്ന് കരുതി അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ സം ഒരിക്കലും ചേഞ്ച് ചെയ്ത് പോവില്ല, സെയിം തന്നെ ആയിരിക്കും. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നമ്പർ എത്ര ഡിജിറ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അഡീഷൻ ചെയ്യാം. അങ്ങനെ ചെയ്താലും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് ഒന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. അതാ പറയുന്നത് യു ക്യാൻ ആഡ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. നമുക്ക് ഏത് ഓർഡർ വേണമെങ്കിലും നമ്പേഴ്സിനെ ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദെയർ സം റിമെയിൻസ് ദ സെയിം. അവരുടെ ആൻസർ അല്ലെ റിസൾട്ട് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി. അതിൻ്റെ പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓർഡർ ചേഞ്ച് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ട് ഒരു 3 ഡിജിറ്റ് നമ്പറാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റിലത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 432 പ്ലസ് 256 അല്ലേ? ഇതൊരു 3 ഡിജിറ്റ് നമ്പർ ആണെന്ന് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? പ്ലേസ് വാല്യൂ നമ്മൾ എഴുതി നോക്കണം അല്ലേ? പ്ലേസ് വാല്യൂ നമ്മൾ ഓൾറെഡി അഡീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ പ്ലേസ് വാല്യൂ എഴുതി തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ വൺസ് ടെൻസ് 100 കണ്ടോ, 3 ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു 3 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് നോക്കാം. വൺസ് പ്ലേസിൽ വരുന്നത് ഏതൊക്കെ നമ്പേഴ്സാണ്? 2 and 6 അല്ലേ? 2ഉം 6ഉം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിഗസ്റ്റ് നമ്പർ നമ്മൾ മൈൻഡിൽ വെച്ചതിന് ശേഷം, കുഞ്ഞു കുട്ടികളുടെ കേസാണ് പറയുന്നത്, വലിയ നമ്പർ മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ വെച്ചിട്ട് ചെറിയ നമ്പർ നമ്മൾ എപ്പോഴും ഫിംഗേഴ്സിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ ചെറിയ നമ്പറായ 2 നമ്മൾ ഫിംഗേഴ്സിലെടുത്ത്, അപ്പോൾ ആഫ്റ്റർ 6 7 8. അപ്പോൾ നമുക്ക് 6ഉം 2ഉം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമുക്ക് ടെൻസ് പ്ലേസിലോട്ട് പോകാം. ടെൻസ് പ്ലേസിൽ 3 and 5 ആണ്. സോ 5 ഈസ് ദ ബിഗസ്റ്റ് നമ്പർ. 5നെ നമ്മൾ മൈൻഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഫിംഗേഴ്സിൽ എത്ര ഫിംഗേഴ്സ് എടുക്കണം? 3 എടുക്കണം. ആഫ്റ്റർ 5 6 7 8 എഗെയിൻ നമുക്ക് 8 ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ വൺസ് ടെൻസ് 100ൻ്റെ പ്ലേസിലോട്ട് പോകാം. 100ൻ്റെ പ്ലേസിൽ പോകുമ്പോൾ നമുക്ക് 4ഉം 2ഉം ആണുള്ളത്. 4 മൈൻഡിൽ വെക്കുക, 2 ഫിംഗേഴ്സ് എടുക്കുക. ആഫ്റ്റർ 4 5 6. അപ്പം നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് 6 ആണ്. അപ്പം 432 പ്ലസ് 256 നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയാൽ സം എത്രയാണ്? 688 ആണ്. കണ്ടോ, നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എന്താ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താ? ആദ്യം നമ്മളിവിടെ 432ൻ്റെ കൂടെ 256 ആണ് ആഡ് ചെയ്തത്. ഇത് നമുക്ക് അതിൻ്റെ ഓർഡർ നേരെ റിവേഴ്സ് കൊടുക്കാം, അല്ലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കൂ, ആദ്യം എഴുതിയിരിക്കുന്ന നമ്പർ എങ്ങനെയാ? ഫസ്റ്റിലെ നമ്മൾ സെക്കൻഡ് ഭാഗത്ത് എഴുതിയിരിക്കുന്ന നമ്പറാണ് ഇവിടെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 256 ഇവിടെ രണ്ടാമതായിരുന്നു, അതിനെ നമ്മളിവിടെ ആദ്യം കൊടുത്തു. എന്നിട്ട് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന 432 എന്ന് പറയുന്ന നമ്പറിനെ ഇവിടെ നമ്മൾ രണ്ടാമതും കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഓർഡർ ചേഞ്ച് ആയില്ലേ?
അപ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്ത് നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ സെയിം ആണോ അതോ ഡിഫറെൻ്റ് ആവുമോ നമുക്ക് നോക്കാം. ഫസ്റ്റിലെ നോക്കൂ, 6ഉം 2 ആണ്. 6 മൈൻഡിൽ വെക്കുക, 2 ഫിംഗർ എടുക്കുക. ആഫ്റ്റർ 6, 7, 8. അപ്പം ആദ്യത്തെ 6ഉം 2ഉം കൂടെ ആഡ് ചെയ്തപ്പം 8 കിട്ടി. നെക്സ്റ്റ് വൺ 5 and 3 ആണ്. 5 മൈൻഡിൽ വെച്ചു, 3 ഫിംഗേഴ്സ് എടുത്തു. ആഫ്റ്റർ 5, 6, 7, 8. വീണ്ടും നമുക്ക് 8 കിട്ടി. ആൻഡ് ദ തേർഡ് വൺ, അതായത് 100ൻ്റെ പ്ലേസിൽ 2ഉം 4ഉം ആണ്. നമുക്ക് വലിയ നമ്പർ ഏതാണ്? 4 ആണ്. അല്ലെങ്കിൽ 4 മൈൻഡിൽ വെക്കുക, 2 ഫിംഗേഴ്സ് എടുക്കുക. ആഫ്റ്റർ 4, 5, 6. കണ്ടോ, നമുക്ക് രണ്ട് ഇടത്തും കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്? സെയിം ആണ്. ഇവിടെയും 688 ആണ്, ഇവിടെയും 688 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്താൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എങ്ങനെ നമുക്ക് ഓർഡർ മാറ്റാം, എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. ഐഡന്റിറ്റി പ്രോപ്പർട്ടി എന്താണ്? ഇഫ് വി ആഡ് 0 ടു എനി നമ്പർ ഓർ എനി നമ്പർ ടു 0, ദ സം ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 0 എന്ന് പറയുന്ന ഒരു അക്കത്തിനെ അല്ലെങ്കിൽ ഒരു നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0 അല്ല, ആ നമ്പർ തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് വി ആഡ് 0 ടു എനി നമ്പർ, 0 എന്ന് പറയുന്ന ഒരു അക്കത്തിനെ, ഒരു ഡിജിറ്റിനെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 0യെ നമ്മൾ 5ൻ്റെ കൂടെ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ 0യെ 5ൻ്റെ കൂടെ ആഡ് ചെയ്താലും ഇനി വേറൊരു നമ്പർ 6, ആ 6നെ 0യുടെ കൂടെ ആഡ് ചെയ്താലും, അതാ പറയുന്നത് എനി നമ്പർ ടു 0 ഓർ 0 ടു എനി നമ്പർ. കണ്ടോ, എങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കത്തില്ല. 0യുടെ കൂടെ ആഡ് ചെയ്യുന്ന ആ നമ്പർ ഏതാണോ അതായിരിക്കും നമുക്ക് സം ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ടായിട്ട് കിട്ടുക. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ നോക്കേ, 52 എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പറിനെ ഞാൻ 0യുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വൺസ് പ്ലേസിൽ നോക്കൂ, 2ഉം 0യുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫിംഗേഴ്സ് എടുത്തു? 2 ഫിംഗേഴ്സ് എടുത്തു ഇല്ലേ. 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഫിംഗേഴ്സ് എടുക്കും? നമ്മൾ ഒന്നും എടുക്കില്ല. 0 മീൻസ് നത്തിങ് എന്നാണ്. 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ 2 എന്ന് പറയുന്ന ഫിംഗേഴ്സിൻ്റെ കൂടെ നമ്മൾ ഒന്നും ആഡ് ചെയ്തില്ല, 0 ആണ് ആഡ് ചെയ്തത്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും മക്കളെ? 2 തന്നെയാണ്. കണ്ടോ, അപ്പം നമ്മൾ 2വിനെ 0യുടെ കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 2 എന്ന് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ 0യുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ 5 ആണ് ഇല്ലേ. 0യുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ 5 ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 5 ആണ്. 5 തന്നെയാണ്. 0 എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമില്ല. 5 എന്ന് പറഞ്ഞാൽ 5 ഫിംഗേഴ്സ് എടുത്തു. അപ്പോൾ 5ൻ്റെ കൂടെ 0 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? 5ൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. അപ്പം നമുക്ക് എഴുതേണ്ട ആൻസർ എത്ര തന്നെയാണ്? 5 തന്നെ എഴുതണം. കണ്ട, അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. ഐഡന്റിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് യു ആഡ് 0 ടു എനി നമ്പർ, 0യെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ 0യെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. 0യുടെ കൂടെ നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും നമുക്കതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി പഠിച്ചുവല്ലോ. ഇനി നമുക്ക് തേർഡ് പ്രോപ്പർട്ടിയിലോട്ട് പോകാം. തേർഡ് പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കൂ, യു ക്യാൻ ഗ്രൂപ്പ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്പേഴ്സിനെ ഗ്രൂപ്പ് ഏത് ഓർഡറിൽ വേണേലും ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ട് അഡീഷൻ ചെയ്താലും എങ്ങനെയൊക്കെ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും
നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഏകദേശം ഒരു രൂപം തന്നെയാണ് ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. പക്ഷെ നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, യു ക്യാൻ ഗ്രൂപ്പ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റിനെ നിങ്ങൾക്ക് ഏത് രീതിയിലും അതിനെ ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നോക്കിയേ, 1+ ഉണ്ട്, നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് 3 + 4 ആണ്. അപ്പോൾ നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3 and 4 ആണ്. നമുക്കിതിനെ ഒന്ന് അഡീഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 1 ആണ് തന്നിരിക്കുന്നത് ഇല്ലേ. അപ്പം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏതൊക്കെയാണ്? 3 and 4. ഇതിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7 ആണ് അല്ലേ. അപ്പോൾ അതായത് 7 + 1 അല്ലെങ്കിൽ 1 + 7 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 8 ആണ്. കണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന നമ്പർ 3 ഉം 4 ഉം ആണെങ്കിൽ നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന കണ്ട ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെ? ഈ 1നെയും 3യെയും കൂടെ എടുത്ത് നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്ത് കണ്ട 1ഉം 3യും ഗ്രൂപ്പ് ചെയ്തിട്ട് 4നെ നമ്മൾ അവിടെ തനിച്ചാക്കി. കണ്ട. അപ്പോൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനെ മാറ്റി. ഇവിടെ 3ഉം 4ഉം ആണ് ഗ്രൂപ്പ് ചെയ്തെങ്കിൽ ഇവിടെ 1ഉം 3യും ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ചേഞ്ച് ആവുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന നമ്പർ 1 and 3 ആണ്. 1 + 3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 ആണ്. കണ്ടോ? 4ൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? ദേ ഈ 4നെയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. 4 + 4 എത്രയാണ്? 8 ആണ്. കണ്ടോ? അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മളിവിടെ പ്രൂവ് ചെയ്തു, തെളിയിച്ചു ഇല്ലേ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്ത് ഗ്രൂപ്പ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം അല്ലെങ്കിൽ സം അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. കണ്ടോ? ഇവിടെ നമ്മൾ 3 + 4നെയാണ് ഗ്രൂപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 8 ആണ്. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന 1നെയും 3യെയും കൂടാണ്. അപ്പോഴും നമുക്ക് കിട്ടിയ ആൻസർ എന്ത് തന്നെയാണ്? 8 തന്നെയാണ്. ദാറ്റ് മീൻസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? യു ക്യാൻ ഗ്രൂപ്പ് ദ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ, ദ സം ഈസ് ദ സെയിം. ഓക്കെ. അപ്പം നമ്മൾ 3 പ്രോപ്പർട്ടിയാണ് ബേസിക്കായിട്ടും അഡീഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. ഏതൊക്കെയാണ് അഡീഷൻ്റെ പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഐഡന്റിറ്റി പ്രോപ്പർട്ടി. ഐഡന്റിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു നമ്പറിനെ 0യുടെ കൂടെയോ അല്ല 0നെ ഒരു നമ്പറിൻ്റെ കൂടെയോ ആഡ് ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ആ നമ്പർ തന്നെ ആയിരിക്കും. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. അതാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. ആൻഡ് ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഏത് രീതിയിലും ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെ വേണേലും നമുക്ക് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും അല്ലെങ്കിൽ സം സെയിം ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ക്ലാസ് കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മാത്സിൻ്റെ അടുത്തൊരു പോർഷനായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.